ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മലപ്പുറക്കാരിലെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. നമ്മൾ പിന്നെയും തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ജില്ല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം തന്നെയാണ് അല്ലേ. നമുക്കറിയാം, നമ്മുടെ മലപ്പുറത്ത് വന്നിട്ട് പോയിട്ടുള്ള ഏതൊരു മറ്റു ജില്ലക്കാരായി കഴിഞ്ഞാലും നമ്മുടെ മലപ്പുറത്തിനെ പറ്റിയിട്ട് ഇന്ന് വരെ നല്ലത് പറയാണ്ട് ഒരാളും തന്നെ പോയിട്ടുണ്ടാവില്ല. നമുക്കറിയാം, പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മലപ്പുറത്തെ പറ്റിയിട്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യം. അതിൽ മിക്ക വീഡിയോസ് എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളാണ് നമ്മുടെ മലപ്പുറത്തെ പറ്റി പറയുന്നത് അല്ലേ. മലപ്പുറത്തുള്ള ആളുകളുടെ സ്നേഹമായാലും പെരുമാറ്റമായാലും എന്താ പറയുക, മറ്റു ഫുഡ് കഴിപ്പിക്കുന്ന ഒരു രീതി ആയാലും അല്ലേ, എല്ലാത്തിനെ കുറിച്ചിട്ട് നല്ലത് തന്നെ ആയിരിക്കും മിക്ക ആളുകൾക്കും ഇവിടെ വന്നിട്ടുള്ള മിക്ക ജില്ലക്കാർക്കും പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലക്കാർക്ക് വീണ്ടും സന്തോഷകരമായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് കേട്ടോ ഇപ്പോൾ പുറത്ത് വരുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ അർജുൻ്റെ കേസിൽ ആ ഒരു സഹോദരൻ്റെ കേസിൽ നമ്മൾ എല്ലാ മലയാളികളും, നമ്മുടെ മലപ്പുറം മാത്രമല്ല എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അർജുന് വേണ്ടിയിട്ടില്ലേ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മളെല്ലാ മലയാളികളും. പക്ഷെ നമുക്കറിയാം, വേറൊരു സംസ്ഥാനത്തായതുകൊണ്ട് തന്നെ, കർണാടകയിലായതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. നമുക്കെല്ലാവർക്കും നോക്കി നിൽക്കുക എന്നല്ലാതെ അവിടെ ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു എല്ലാ മലയാളികളും അല്ലേ. വളരെ എന്താ പറയുക, വിഷമത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുക എന്നതിൽ പരം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, അർജുൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ജഡ്ജർ കൊടുന്നാലാണ്, അതായത് ഇനി അർജുനെ രക്ഷിക്കാനുള്ള അവസാന ഘട്ടം അല്ലെങ്കിൽ ആ ഒരു ലോറി കണ്ടെടുക്കാനുള്ള അവസാന ഘട്ടം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് 1 കോടി രൂപ ചിലവാക്കാൻ കർണാടക സർക്കാർ ഒരിക്കലും തയ്യാറല്ല. അത്രയും രൂപ ചിലവാക്കിയിട്ടൊന്നും ആ ലോറി എടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മനാഫൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, കർണാടക സർക്കാർ ഒരിക്കലും 1 കോടി രൂപ മുടക്കിയിട്ട് നമ്മുടെ അർജുനെ അല്ലെങ്കിൽ ആ ലോറിയെ പുറത്തെടുക്കാൻ അവർ എന്താ പറയുക സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ മലപ്പുറത്ത് നിന്നിട്ട് ഉമ്മർക്ക, നമ്മുടെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഉമ്മർക്ക, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ റഡ്ജർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ അർജുന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറയുക, അദ്ദേഹത്തിന് ഇതിലൊരു തരത്തിലുള്ള കാര്യലാഭം ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു മനുഷ്യത്വം എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൂടാണ്ട് അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. അപ്പോൾ ഒരു ഡ്രൈവറുടെ വിഷമം കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഞാനിതിന് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അർജുന്റെ തെരച്ചിലിന് വേണ്ടി എന്റെ ഡ്രഡ്ജർ അല്ലെ, ഈ കർണാടക സർക്കാർ 1 കോടി രൂപ പറയുന്ന ഈ ഡ്രഡ്ജർ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കയ്യടിക്കണം ഈ കേസിനൊക്കെ. എന്താ അത്തരം രീതിയിലേക്ക് ഉമ്മർക്ക് എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് ചിന്തിക്കാൻ കാരണം? ചിന്തിക്കാറിനാല് നമ്മള് ദിവസത് പെരക്കാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ എല്ലാവർക്കും അല്ലാതെ ഞാനൊരു ലോറി ഡ്രൈവറാണ്, ഇപ്പൊ ഒരു കോൺട്രാക്ടറാണ്. പഴയ കാലത്ത് ഞാൻ ചെറുപ്പം പോലെ ഒരു ലോറി ഡ്രൈവറായിട്ട് നമുക്ക് അതിന്റെ അവസ്ഥ. ലോറി ഡ്രൈവർ ആയിരുന്നു, അപ്പൊ വേറെ ലോറി ഡ്രൈവറുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളേത് ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഈ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണല്ലേ, ഞാനൊരു ഡ്രൈവറാണ്. അപ്പോൾ ഒരു ഡ്രൈവറുടെ വിഷമം എന്താണെന്ന് തനിക്ക് നല്ലോണം അറിയാം അല്ലെ. അപ്പൊ അതാണ് ഇതിൽ എന്താ പറയുക, നമ്മുടെ ഉമർക്കാക്ക എന്ന് പറയുന്ന ഇതിൽ ഒരു തരത്തിലുള്ള ലാഭമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അത് കൊടുക്കാമെന്ന് പറയുന്നത് എന്താ പറയുക, അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യത്വം എന്നുള്ള നിലയിൽ മാത്രമാണ്, അല്ലാതെ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അതാണ് നമ്മുടെ എന്താ പറയുക, മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഇപ്പോഴും നമുക്കിടയിൽ മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം വരുന്നില്ല. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല ആളുകളെയും പല കാര്യത്തിൽ വൈറലാക്കുന്ന ഒരു ഇതാണ് നമുക്കറിയില്ല. ഒരാൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ അയാൾ വൈറലാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മർക്കാനെ പോലെയുള്ള ആളുകളൊക്കെ അല്ലേ നമ്മൾ വൈറലാക്കേണ്ടത് അല്ലേ. കാരണം ഒരു തരത്തിലുള്ള ലാഭമോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് 1 കോടിയുടെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം എന്നുള്ള നിലയിൽ വേറെ ഒന്നും തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഓരോ മലയാളികളുടെയും വിജയം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മനുഷ്യനായി കണ്ട് മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്.